വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പനീർ ബുർജിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: 200 ഗ്രാം പനീർ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് 2 സവാള പൊടിയായി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി പൊടിയായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം, 1 സ്പൂൺ ഇഞ്ചി, 5 പച്ചമുളക്, ഇതെല്ലാം പൊടിയായി അരിഞ്ഞത്. ഇനി ഇതിന് വേണ്ട മസാലകൾ: 1 സ്പൂൺ പാവ് ഭാജി മസാല, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 50 ഗ്രാം ബട്ടർ. ഇനി ഈ പനീർ ബുർജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ അല്പം മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അല്പം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ഇതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ പാവ് ഭാജി മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മസാല ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീർ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കുക. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പനീർ ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.